ഹായ് ഓൾ, എൻ്റെ പേര് മധുസൂദനൻ എന്നാണ്. ഞാൻ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ രംഗത്ത് ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായിട്ട് ഞാൻ പ്രവർത്തിച്ചു വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും ഓണം മൂഡാണ് ആക്ടിവേറ്റ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ട്രിപ്പുകളും കാര്യങ്ങളും എല്ലാവരും പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പല രീതിയിലുള്ള ബോണസും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ബോണസ് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു 20 തുടങ്ങി 40% വരെ നിങ്ങളുടെ സ്വന്തം പേരിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലുള്ള പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഡിമാറ്റ് ആൻഡ് ട്രേഡിങ്, മ്യൂച്വൽ ഫണ്ട്സ്, ലൈഫ് ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ്, ബോൺഡ്സ്, ഡിബഞ്ചേഴ്സ്, ഇതുപോലെ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസിലെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആ ഹെൽത്ത് ഇൻഷുറൻസ് ഒരുപാട് വർഷങ്ങളായി പ്രീമിയം അടച്ച് തുറന്നുകൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഈ റീസെൻ്റ്ലി നമുക്കൊരു 4-5 വർഷമായിട്ട് തുടങ്ങിയ ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെയധികം ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് ഒരു പോളിസി എടുത്തവർ പല ആളുകളും ഉണ്ടാവും. അപ്പോൾ അവരുടെ പ്രീമിയം എല്ലാ കൊല്ലവും ആ ഏജൻറ്റ് വന്ന് കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അടയ്ക്കുന്നുണ്ടാവും. ഏജൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾക്ക് അറിയാത്ത അവസ്ഥയും പലർക്കും ഉണ്ട്. അപ്പോൾ അങ്ങനെ പ്രീമിയം അടച്ചു പോകുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ചെക്ക് ചെയ്യണം. ഇപ്പോൾ എല്ലാ സ്ഥലത്തും KYC നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളുടെ KYC, പാൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് അക്കൗണ്ട് നമ്പേഴ്സ്, ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഇതും അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പല രീതിയിലുള്ള ഗുണങ്ങളും അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്പോൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഏജൻറ്റുമാരെ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ അതായത് ബ്രാഞ്ചുകളിൽ, അല്ലെങ്കിൽ അതായത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളെ കോൺടാക്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും, ഉറപ്പായിട്ടും ഉപകാരപ്പെടും. അതുപോലെ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയും. അത് 36 മാസം ആണ് സാധാരണ, അതായത് 3 കൊല്ലമാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് നമുക്ക് ഇപ്പോഴുള്ളത്. ഇത് Day 1 തുടങ്ങി കവർ ചെയ്യുന്ന പല പോളിസികളും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പോളിസികൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇപ്പോൾ എടുക്കാവുന്നതാണ്. അപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇത് 4 കൊല്ലം വരെ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോളിസികളാണെങ്കിൽ ഇപ്പോൾ അത് 3 കൊല്ലം വരെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നത് പരിവാകുപ്പ റിയഷോ 3.0 Day 1 തുടങ്ങി കവർ ചെയ്യുന്നതാണ്. അത് 145 അസുഖങ്ങളുണ്ട് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസിൽ. അത് അണ്ടർ റൈറ്ററിൻ്റെ തീരുമാനപ്രകാരം Day 1 തുടങ്ങി കവർ ചെയ്യാനുള്ള ഓപ്ഷൻസും അതിൽ അവൈലബിൾ ആണ്. അങ്ങനെ നല്ല പോളിസികൾ നോക്കി നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അതുപോലെ എല്ലാ പോളിസികളും നിങ്ങൾ എടുത്തിരിക്കുന്ന പോളിസികളിൽ നോമിനേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം. നോമിനേഷൻ മസ്റ്റാണ്. നോമിനേഷൻ എന്തായാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് സമയമില്ല, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ പല കാര്യങ്ങളും ഒഴിവാക്കി കളയും. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ അതതിൻ്റെ ക്രിട്ടിക്കൽ കണ്ടീഷൻ, അതായത് സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടും. നമ്മളെല്ലാം കഷ്ടപ്പെടുക. ഇപ്പം ഞാനാണ് ഇതൊക്കെ നോക്കി നടത്തുന്ന ഒരാൾ, ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ എൻ്റെ ഫാമിലി ആയിരിക്കും ഇതിന് പിന്നിൽ നടന്ന് കഷ്ടപ്പെടേണ്ടി വരിക. ആ സമയത്ത് എനിക്ക് ചിലപ്പോൾ ഒരു 2-3 മാസം ചിലപ്പോൾ ഞാൻ ബെഡ് റിഡനായിട്ട് കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ വന്ന്, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നാൽ അവർ ഇതിന് വേണ്ടി കിടന്ന് നട്ടം തിരിയും. ഇപ്പോൾ ഏജൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവർ ഇതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അറിയാത്ത ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് അവർക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നോമിനേഷൻ നിർബന്ധമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. നോമിനേഷൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നോമിനേഷൻ്റെ KYCയും കൂടി പല സ്ഥലത്തും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ID പ്രൂഫായിട്ട് നിങ്ങൾക്ക് പാൻ കാർഡ് കൊടുക്കാം, ആധാർ കാർഡ് കൊടുക്കാം, പാസ്പോർട്ട്, വോട്ടേഴ്സ് ID, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോമിനേഷൻ എന്തായാലും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നതാണ്. കാരണം 10,000 രൂപയുടെ മുകളിൽ റീഇംബേഴ്സ്മെൻറ്റ് വരുന്ന പക്ഷം നിങ്ങളുടെ ബാങ്കിലേക്ക് മാത്രമേ അവർ ക്രെഡിറ്റ് ചെയ്ത് തരുള്ളൂ. അതും എപ്പോഴും ബാങ്ക് അക്കൗണ്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ട് ആയിരിക്കണം. ജോയിൻ്റ് അക്കൗണ്ട് ആണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഒരു ഫാമിലിയിൽ, ഇപ്പോൾ എനിക്ക് തന്നെ 2 ബാങ്കിൽ ജോയിൻ്റ് അക്കൗണ്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഞാൻ ആക്സിഡൻറ്റ് പോളിസി എടുത്ത് വെച്ചിട്ടുണ്ട്. 50 lakhs ആണ് ആക്സിഡൻറ്റ് പോളിസി എടുത്തിരിക്കുന്നത്. സ്റ്റാർ ഹെൽത്തിലാണ് ഞാൻ എടുത്തത്. ഒരു കൊല്ലം 4,400 രൂപയാണ് ഞാൻ നടക്കുന്നത്. ഇപ്പോൾ ഇന്ന് എനിക്ക് അതിൻ്റെ റിന്യൂ ചെയ്യേണ്ട ദിവസമാണ്. ആക്സിഡൻറ്റ് കെയറിൻ്റെ പോളിസിയുടെ. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്കെങ്ങാനും ഒരു ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ സ്റ്റാർ ഹെൽത്ത് അത് വെരിഫൈ ചെയ്ത് എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് 50 lakhs ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ നോമിനിയുടെ ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് വൈഫായിരുന്നോ ആരാണോ അവരുടെ അവകാശി, അവരുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ജോയിൻ്റ് അക്കൗണ്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ജോയിൻ്റ് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാനോ ബാക്കി കാര്യങ്ങൾക്കോ ഒന്നിനും തന്നെ നമ്മുടെ ഫാമിലി കഷ്ടപ്പെടേണ്ടി വരില്ല. അപ്പോൾ ജോയിൻ്റ് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. അതുപോലെ ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പല കാര്യങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ അവിടെ എറേസ് ആയി വരും. അപ്പോൾ ജോയിൻ്റ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഉള്ളത് വളരെയധികം ഉപകാരപ്പെടും.
അപ്പോൾ അത് മറക്കാണ്ട് അപ്ഡേറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഫ്രീ ലുക്ക് പീരീഡ് എന്ന് പറയുന്നത് ഇപ്പോൾ 30 ദിവസമാണ്. പഴയ കാലത്ത് അത് 15 ദിവസമായിരുന്നു. പഴയ പോളിസികളിൽ 15 ദിവസമാണ്. അത് ഇപ്പോൾ 30 ദിവസമാണ് ഫ്രീ ലുക്ക് പീരീഡ് എന്ന് പറയുന്നത്. അത് എടുത്തിട്ട് 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. പണ്ട് കാലത്ത് 15 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഗ്രേസ് പീരീഡ് അതും 30 ദിവസമാണ്. ഇപ്പോൾ ഒരു പോളിസിയുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഒരു 30 ദിവസം നമുക്ക് ഗ്രേസ് പീരീഡ് ഉണ്ട് അത് പുതുക്കുന്നതിനായിട്ട്. പക്ഷേ ആ ഗ്രേസ് പീരീഡിൽ നമുക്ക് ഒരിക്കലും കവറേജ് കിട്ടില്ല. എന്തെങ്കിലും ഒരു അസുഖം വന്നോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പക്ഷം നമുക്ക് ഒരു കാരണവശാലും ആ ഗ്രേസ് പീരീഡിൽ ക്ലെയിം കിട്ടില്ല. അപ്പോൾ ഗ്രേസ് പീരീഡ് ആവാൻ ഒരിക്കലും നിൽക്കരുത്. പോളിസിയുടെ എക്സ്പയറി ഡേറ്റ് ആവുന്ന ഡ്യൂ ഡേറ്റ് ആവുന്നതിനെക്കാട്ടിലും ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങൾ ആ പോളിസി റിന്യൂ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതായിരിക്കും ഏറ്റവും നല്ലത്. എപ്പോഴും പോളിസി, അതായത് ഒരു പോളിസി എടുത്തു കഴിയുമ്പോൾ CIS എന്ന് പറയും, കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് എന്ന് പറയും. അത് നിങ്ങൾ വാങ്ങിച്ചു വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. ഒരു ഏജൻറ്റോ അല്ലെങ്കിൽ ഒരു കമ്പനി മുഖാന്തരമോ അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ വഴിയോ എവിടുന്നാണ് നിങ്ങൾ പോളിസി എടുക്കുന്നതെന്ന് വെച്ചാൽ അവരെ കോൺടാക്ട് ചെയ്തിട്ട് CIS എന്ന് പറയും, കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ്, അത് നിർബന്ധമായും നിങ്ങൾ വാങ്ങിച്ച് ഫയൽ ചെയ്ത് വെക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പല രീതിയിലും ഉപകാരപ്പെടും. പല സാഹചര്യങ്ങളിലും അത് റെഫർ ചെയ്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. ഓൾ പോളിസീസ്, അതായത് നമുക്ക് ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ NBFC എന്നൊക്കെ നമ്മൾ പോളിസി എടുക്കുമ്പോൾ ആ സെയിം പോളിസീനെ പുറത്ത് കിട്ടും. അത് ആ പോളിസി കമ്പനി അത് നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു ഏജൻറ്റ് ത്രൂ എടുക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ ആ പോളിസി നമുക്ക് ഈ രണ്ട് സ്ഥലത്ത് നിന്ന് എടുക്കുന്ന പക്ഷം നമുക്ക് ചെറിയൊരു ഡിഫറൻസ്, ഒരു 3000 4000 രൂപയൊക്കെ ഡിഫറൻസ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ NBFC എന്നൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യമുണ്ട്. അത് ഗ്രൂപ്പ് പോളിസി ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഗ്രൂപ്പ് പോളിസി ചിലത് പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഒട്ടുമിക്കതും പഴയ ഗ്രൂപ്പ് പോളിസികൾ ഒന്നും തന്നെ പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ട്രാപ്പാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെടരുത്. അപ്പോൾ ഗ്രൂപ്പ് പോളിസി ആണെങ്കിൽ അത് പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണോ നിങ്ങൾ ഉറപ്പ് വരുത്തുക. പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വേറെ നല്ലൊരു ഇൻഷുറൻസ് കമ്പനി നോക്കി മാറിയാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അടുത്തതായി പറയാൻ ഉദ്ദേശിക്കുന്നത് മൊറട്ടോറിയമാണ്. മൊറട്ടോറിയം ആദ്യം 8 വർഷമായിരുന്നു ഇൻഷുറൻസ് കമ്പനികൾ നിലനിന്നിരുന്നത്. ഇപ്പോൾ മൊറട്ടോറിയം 5 വർഷമാണ് നിലനിൽക്കുന്നത്. 5 വർഷം എന്ന് പറയുന്നത് നമ്മൾ 6 തവണത്തെ പ്രീമിയം അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഈ മൊറട്ടോറിയം എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ 6 വർഷത്തെ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു ഇൻഷുറൻസ് കമ്പനിക്കും നമ്മുടെ ഒരു ക്ലെയിമും റിജക്റ്റ് ചെയ്യാനുള്ള ഒരു അവകാശം ഉണ്ടാവില്ല. അതായത് നിങ്ങൾ എടുത്ത സമയത്ത് ഇന്ന കാര്യം പറഞ്ഞില്ല എന്നും പറഞ്ഞ് ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് നമ്മുടെ ക്ലെയിം റിജക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ 6 തവണത്തെ പേയ്മെൻറ്റാണ് ഇപ്പോൾ മൊറട്ടോറിയം നിലനിൽക്കുന്നത്. അടുത്തത് വരുന്നത് നമ്മുടെ പോളിസി ഡോക്യുമെൻ്റ് നമ്മൾ കീപ്പ് ചെയ്യണം നമ്മുടെ കയ്യിൽ. അതായത് ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഒരു 3 വർഷം നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ തുടർന്നു, അതിനുശേഷം നമുക്കത് ബിറ്റർ എക്സ്പീരിയൻസ് വന്നു, നമ്മളത് അവിടുന്ന് മാറിപ്പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ വേറൊരു കമ്പനിയിലേക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് മാറുന്ന പക്ഷം അവർ നമ്മളോട് ഫസ്റ്റ് ചോദിക്കുക നിങ്ങളുടെ കയ്യിൽ പോളിസി ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കഴിഞ്ഞ 4 വർഷത്തെ പോളിസി ഡോക്യുമെൻറ്റ്സ് കയ്യിലുണ്ടെങ്കിൽ ആ 4 വർഷം ഫുൾ സീനിയോറിറ്റിയോടുകൂടി നമുക്ക് അപ്പുറത്തെ കമ്പനിയിലേക്ക് മാറിപ്പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ വർഷവും നമ്മൾ പ്രീമിയം പേയ്മെൻറ്റ് ചെയ്യുന്ന പക്ഷം നമുക്ക് നമ്മുടെ പോളിസി ഡോക്യുമെൻ്റ് ഒരു പ്രിൻ്റ് എടുത്ത് നമ്മളൊരു ഫയലിൽ കീപ്പ് ചെയ്താൽ നന്നായിരിക്കും. അറ്റ്ലീസ്റ്റ് അവസാനത്തെ 5 വർഷത്തെ പോളിസി ഡോക്യുമെൻ്റ് നിങ്ങളൊരു ഫയലിൽ കീപ്പ് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് നമ്മൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് നമ്മൾ മാറേണ്ടി വന്നാൽ അപ്പോൾ നമുക്ക് ഇത് വളരെയധികം സഹായിക്കും. 4 to 5 വർഷത്തെ ഫുൾ സീനിയോറിറ്റിയോടുകൂടി തന്നെ നമുക്ക് മാറിപ്പോകാൻ സാധിക്കുന്നതായിരിക്കും. ഈ പോളിസി അടുത്ത് വരുന്നത് പോളിസി അപ്ഗ്രഡേഷനാണ്. അതായത് ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 4 വർഷം 5 വർഷം മുമ്പ് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ 5 വർഷം മുമ്പ് ഞാൻ കൊടുത്ത ഒരു പോളിസി അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ പോളിസിയിൽ നിന്നും ഒരുപാട് അപ്ഗ്രഡേഷൻസും ഒരുപാട് കാര്യങ്ങൾ മോഡിഫിക്കേഷൻസും ഉള്ള പുതിയ പോളിസികൾ ഇപ്പോൾ നിലവിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പോ അല്ലെങ്കിൽ 5 വർഷം മുമ്പോ എടുത്ത പോളിസികളിൽ ഇപ്പോൾ മോഡേൺ ട്രീറ്റ്മെൻറ്റ് കവർ ആയിരിക്കില്ല, അതുപോലെ ഫിസിയോതെറാപ്പി ഉണ്ടാവില്ല, അതുപോലെ ആയുഷ് ട്രീറ്റ്മെൻറ്റ്സ് ചിലപ്പോൾ വളരെ കുറവായിരിക്കും, 1% ആയിരിക്കും ഉണ്ടാവുള്ളൂ, അപ് ടു ദ സം ഇൻഷുർഡ് വരെ ഉണ്ടാവില്ല. പിന്നെ റോബോട്ടിക് സർജറി ആഡഡ് ആയിരിക്കില്ല. അപ്പോൾ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പുതിയ പോളിസികളിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പുതുക്കുന്ന സമയങ്ങളിൽ ഇപ്പോൾ പ്രീമിയം നമ്മൾ എല്ലാ വർഷവും പോളിസിയിൽ പ്രീമിയം അടയ്ക്കുന്നുണ്ട്. അപ്പോൾ പുതുക്കുന്ന അവസരങ്ങളിൽ ഇപ്പോഴത്തെ പുതിയ പോളിസികളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി ചോദിച്ചറിഞ്ഞതിന് ശേഷം ആ പുതിയ പോളിസികളിലേക്ക് മാറുന്നത്, നമ്മുടെ പഴയ പോളിസിയിൽ നിന്ന് പുതിയ പോളിസികളിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നത് നന്നായിരിക്കും നമ്മുടെ. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്ന പക്ഷം നമുക്ക് ഫുൾ കവറേജ് കിട്ടും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ പഴയ പോളിസികൾ എടുക്കുമ്പോൾ നമ്മളൊരു 5 ലക്ഷത്തിൻ്റെ പോളിസിയാണ് എടുത്തിരുന്നതെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഫാമിലി ഫ്ലോട്ടർ ആയാലും ഇൻഡിവിജ്വൽ ആയാലും 5 ലക്ഷത്തിൻ്റെ പോളിസിയാണ് നമ്മൾ എടുത്തതെന്നുണ്ടെങ്കിൽ ആ 5 ലക്ഷമേ കിട്ടുള്ളൂ. അത് കഴിഞ്ഞു പിന്നെ ഒന്നും കിട്ടില്ല. പിന്നെ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു നോ ക്ലെയിം ബോണസ് അല്ലെങ്കിൽ ഒരു
അത് കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പൊക്കെ എടുത്തവർക്ക് കിട്ടുമായിരിക്കും നോ ക്ലെയിം ബോണസും അല്ലെങ്കിൽ ഒരു 3 തവണത്തെ റീസ്റ്റോറേഷനൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പോളിസികളിൽ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ നോ ക്ലെയിം ബോണസിൻ്റെ ഒരു പ്രശ്നമേ വരുന്നില്ല. അൺലിമിറ്റഡ് റീസ്റ്റോറേഷനുള്ള പോളിസികൾ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ എല്ലാ കമ്പനികളിലും അതുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പഴയ പോളിസികളിൽ ഇപ്പോഴും തുടരുന്ന ആളുകൾ അതും ഇപ്പോഴത്തെ പുതിയ പോളിസികളിലെ കാര്യങ്ങളും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തിട്ട് റിന്യൂവൽ ടൈമിൽ നിങ്ങൾ ഏജൻറ്റിനെയോ അല്ലെങ്കിൽ കമ്പനിയെയോ കോൺടാക്ട് ചെയ്തിട്ട് ആ പഴയ പോളിസിയിൽ നിന്നും പുതിയ പോളിസിയിലേക്ക് നിങ്ങൾ തീർച്ചയായും അപ്ഗ്രേഡ് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോബോട്ടിക് സർജറി കിട്ടില്ല, അതുപോലെ എന്താ പറയുക പ്ലാസ്റ്റിക് സർജറി ഉണ്ടാവില്ല, അതുപോലെ ആയുഷിലും ആകെ വളരെ 1% നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ പോളിസികൾ ആയുഷ് ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആയുർവേദമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 100% 5 ലക്ഷം ആണെങ്കിൽ 5 ലക്ഷം തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഴയ പോളിസികൾ ഉണ്ടാവില്ല. അപ്പോൾ പുതിയ പോളിസികൾ എല്ലാം തന്നെയുണ്ട്. റിന്യൂവൽ ടൈം ചെയ്യുന്ന പക്ഷം നിങ്ങളതെല്ലാം ഒന്ന് തിരഞ്ഞു പിടിച്ച് അന്വേഷിച്ചിട്ട് പുതിയ പോളിസികളിലേക്ക് മാറിയാൽ അപ്ഗ്രേഡ് ചെയ്താൽ നന്നായിരിക്കും. ഇപ്പോൾ ചുരുങ്ങിയതൊരു 5 lakhs അതൊരു 10 lakhsലേക്ക് മാറ്റിയാൽ നന്നായിരിക്കും. മിനിമം ഒരു 10 to 15 lakhs ആണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നിങ്ങൾ പോളിസി എടുക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റ് നിങ്ങളുടെ എടുക്കുന്ന സമയത്ത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റ് നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ആ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ പോളിസി ഇപ്പോൾ റിന്യൂവൽ ടൈമിൽ നിങ്ങൾ ഏജൻറ്റിനെ എന്തായാലും കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ എല്ലാ കൊണ്ടും ഈ ഒരു പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ അത്രയും നന്നായിരിക്കും. പിന്നെ നിങ്ങൾ ഏതൊക്കെ ഹോസ്പിറ്റലിലാണ് നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ നിങ്ങളുടെ അടുത്തുള്ള നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ ലിസ്റ്റിലുള്ള ഹോസ്പിറ്റലുകൾ എന്നുള്ളത് അറിഞ്ഞു വയ്ക്കേണ്ടതാണ്. ക്യാഷ്ലെസ് ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റൽ നിങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ അത്രയും നന്നായിരിക്കും. ക്യാഷ്ലെസ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ലിസ്റ്റിലുള്ള ഹോസ്പിറ്റലിൽ പോകുമായിരിക്കും ഏറ്റവും നല്ലത്. എപ്പോഴും അത് പ്രിഫർ ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിനിമം നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളായാലും ഇത്രയും കാര്യങ്ങൾ ഒന്ന് റീചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തുകൊണ്ട് അത് നിലനിർത്തി പോവുകയോ ചെയ്യേണ്ടതാണ്. അപ്പോൾ താങ്ക് യു.